ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വ്ളോഗൊന്നുമല്ല കേട്ടോ ചെയ്യുന്നത്. ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവാണ്. അതും റാഗി കൊണ്ട്. റാഗി, കൂരക്, മുത്താറി അങ്ങനെ ഒരുപാട് പേരുള്ള ഐറ്റമാണ്. നമ്മുടെ നാട്ടിൽ ഇതിനെ റാഗി എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ റാഗി ഒരു 2-3-4 മണിക്കൂർ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ റാഗി ഇങ്ങനെ അരയ്ക്കുന്നതിന് പകരം റാഗി പൊടി യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത് ഇങ്ങനെ തന്നെ ചെയ്യുമ്പോഴാട്ടോ. കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ച് നന്നായിട്ട് അരഞ്ഞു കിട്ടും. അപ്പോൾ ഇതേപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് ലൂസാക്കിയിട്ട് നമുക്ക് അരിച്ചെടുക്കണം. ഇത് ഇങ്ങനെ തന്നെ വെച്ച് നമ്മൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ അതിൻ്റെ ആ കൊന്തുണ്ടല്ലോ, ആ ചുമന്നിരിക്കുന്ന കൊന്ത്, അതിങ്ങനെ കടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഇറിറ്റേഷൻ ആയിരിക്കും നമുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ലൂസാക്കി ഇതൊന്ന് ഒരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ അരിപ്പയിലോ വെച്ച് തന്നെ നിങ്ങൾക്ക് ഇത് അരിച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ റാഗി കഴുകി ഉണക്കി പൊടിച്ച പൊടി ഇരിപ്പുണ്ടെങ്കിൽ ആ പൊടി വെച്ച് നമുക്കിത് ചെയ്യാം. സാധാരണ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ മൊത്തത്തിലാണ് കൊടുക്കുന്നത്. പക്ഷെ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ആ കൊന്തൊക്കെ അങ്ങ് മാറി ശരിക്കും ആ റാഗിയുടെ ആ പാല് പോലിരിക്കുന്ന സംഭവം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ ഇവിടെ അരിപ്പയാണ് ഞാൻ യൂസ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞുള്ള കോട്ടൺ തുണിയിൽ ഇത് ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ഈ അതിൻ്റെ ആ ഒരു സത്ത് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം നന്നായിട്ട് നമ്മൾ അത് അരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് ശർക്കരയാണ് കേട്ടോ. ശർക്കര കല്ലില്ലെന്നുണ്ടെങ്കിൽ ശർക്കര ചീകി ചേർക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ശർക്കര പാനിയാണ് കേട്ടോ. എന്നിട്ട് അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിൽ പനം കൽക്കണ്ടവോ അല്ലെങ്കിൽ മധുരത്തിന് വേണ്ടി എന്താ യൂസ് ചെയ്യുന്ന ഡേറ്റ്സ് പൗഡറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാം. ഞാനിപ്പം തൽക്കാലം ശർക്കര പാനിയാക്കി ഇത് ഒഴിക്കും കേട്ടോ. അപ്പോൾ ശർക്കരയ്ക്കും ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്, നമ്മുടെ റാഗിക്കും ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. ഏത് പ്രായക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ റാഗി കൊണ്ട് ഇങ്ങനത്തുള്ള ഡ്രിങ്ക് മാത്രമല്ല, കുറുക്കുണ്ടാക്കുക, അതുപോലെ തന്നെ റാഗി പുട്ട്, ഉപ്പുമാവ്, അങ്ങനെ എന്ത് ഐറ്റം വേണമെങ്കിലും റാഗി കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഇനി അതിനകത്തേക്ക് ഒരു ഗ്ലാസ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കത്തുള്ളൂ കേട്ടോ. ഈ റാഗിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കയറി അടുക്കി പിടിക്കും. ഈ നമ്മൾ കോൺഫ്ലോർ ഒക്കെ കിടക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ, പെട്ടെന്ന് അങ്ങ് കട്ടിയാവും. അതുപോലെ തന്നെയാണ് റാഗിയും കേട്ടോ, പെട്ടെന്ന് കട്ടിയാവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 2-3-4 മിനിറ്റ് നന്നായിട്ട് സ്ലോ കുക്ക് ചെയ്തെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റാവൂ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കുറച്ച് സ്ലോ കുക്ക് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് പിന്നെ ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് നന്നായിട്ട് കുറുക്കി നമ്മുടെ ആവശ്യത്തിനെടുക്കും. അപ്പോൾ നമ്മളിത് കുറുക്ക് പോലല്ല ചെയ്യുന്നത് കേട്ടോ. വേണമെങ്കിൽ കുറച്ചും കൂടെ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആക്കിയിട്ട് കുറുക്കായിട്ട് കുഞ്ഞുങ്ങൾക്ക് സ്പൂണിൽ കോരി കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പം ചെയ്യുന്ന പോലെ തന്നെ ഒരു ലിക്വിഡ് ഫോമിൽ എടുത്തിട്ട് നമുക്കൊരു ഡ്രിങ്ക് ആയിട്ട് കുടിക്കാം. അപ്പോൾ നമ്മളിപ്പം വൈകുന്നേരം ചായക്ക് പകരമൊക്കെ നമുക്കൊരു ഹെൽത്തി ആയിട്ടൊരു ഐറ്റം എന്താ പറയുന്നത് കുടിക്കണം തോന്നുവാണെങ്കിൽ നമുക്ക് അതിന് പറ്റിയൊരു നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു റാഗിയുടെ ഈ ഒരു ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഏത് പ്രായക്കാർക്കും എന്താ പറയുക ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റം തന്നെയാണിത്. കുഞ്ഞുങ്ങൾക്കൊക്കെ, എൻ്റെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഡ്രിങ്കാണ് ഈ റാഗിയുടെ ഈ ഡ്രിങ്ക്. ഞാനും കുഞ്ഞുനാളിൽ ഇത് കുറേ കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ, ഞാനാണെങ്കിൽ എനിക്ക് പീരീഡ്സ് ഒക്കെ ഡിലേ ആവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യുന്നൊരു സാധനമാണിത്. കാരണം ഒരുപാട് അയൺ കണ്ടന്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ശർക്കരയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ അയൺ കണ്ടന്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് കുടിച്ച് കണ്ടിന്യൂസ് ആയിട്ടൊരു 3-4 ദിവസം കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് പീരീഡ്സ് ഒക്കെ റെഗുലറായിട്ട് വരാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഡ്രിങ്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് പോയിട്ട് അഭിപ്രായം പറയണം. അപ്പം നല്ല ടേസ്റ്റിയാണ്, അതോടൊപ്പം തന്നെ ഹെൽത്തിയാണ്. പഞ്ചസാര ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. അപ്പം ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി ശർക്കര പാനി കുറച്ചിങ്ങനെ അതിനകത്തൊക്കെ ഇങ്ങനെ ഒഴിച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചുമ്മാ ഒരു ഭംഗി, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി കേട്ടോ. അപ്പം നല്ലൊരു ഡ്രിങ്കാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട്. HB കൂടാൻ നല്ലതാണ്, ഹെയറിന്, കണ്ണിന്, അങ്ങനെ എല്ലാത്തിനും നല്ല കേട്ടോ. ട്രൈ ചെയ്യുക. താങ്ക് യു.